ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം അത് വിശദീകരിക്കുമ്പോഴാണ് അമാനി മൗലവി റഹിമഹുല്ല പറയുന്നത് അതേ പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം എന്താ? അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അല്ലാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി അഥവാ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതും. അദൃശ്യമായ കഴിവ് അല്ലാഹുവിനെ മാത്രമാകൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല, അത് തനിശിർക്കും കൂടിയാണ് താനും. കണ്ടോ, ഒരു കാര്യം കൂടി പഠിച്ചോ. അദൃശ്യമായ രൂപത്തിൽ അതേ അദൃശ്യമായ കഴിവ്, അഭൗതികമായ കഴിവ് അത് അല്ലാഹുവിന് മാത്രമേയുള്ളൂ കേട്ടോ. അഭൗതികമായ കഴിവ് അത് ഒരു സൃഷ്ടിക്കും അല്ല കൊടുത്തിട്ടില്ല. അത് മലക്കിനുമില്ല, ജിന്നിനുമില്ല, ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേയുള്ളൂ കേട്ടോ. അഭൗതികമായ കഴിവ് അത് ഒരു സൃഷ്ടിക്കും അല്ല കൊടുത്തിട്ടില്ല. അത് മലക്കിനുമില്ല, ജിന്നിനുമില്ല, ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേയുള്ളൂ കേട്ടോ. അമാനി മുല എഴുതിയതാണ്. ആ വർത്തമാനം അങ്ങ് പണ്ഡിതന്മാര് വിചാരിക്കാത്ത, മുജാഹിദ് കൈരളി മനസ്സിലാക്കാത്ത പുതിയ ആശയത്തിലേക്ക് ജിന്നിനും മലക്കിനുമെല്ലാം അഭൗതികമായ ഭൗതികമാണ് അവരെന്നും അവർക്കൊന്നും അഭൗതികമായ കഴിവില്ല എന്നും അവരൊക്കെ ഭൗതിക സൃഷ്ടികളാണെന്നും ഇത് കൈരളി മനസ്സിലാക്കാത്ത പുതിയ ആശയത്തിലേക്ക് ജിന്നിനും മലക്കിനുമെല്ലാം അഭൗതികമായ ഭൗതികമാണ് അവരെന്നും അവർക്കൊന്നും അഭൗതികമായ കഴിവില്ല എന്നും അവരൊക്കെ ഭൗതിക സൃഷ്ടികളാണെന്നും അതുകൊണ്ട് സഹായം തേടുന്നത് കുഴപ്പമില്ല എന്ന ഈ വാചകങ്ങളെ ആശയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വിഷയത്തിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ വ്യാഖ്യാന കസർത്തുകളുമായി കടന്നുവന്ന് അവസാനം മന്ത്രവാദത്തിന്റെ പേരിൽ രോഗിയുടെ കയ്യിൽ നൂല് കെട്ടുമ്പോൾ അത് ഭൗതികമായ നൂലാണെന്നും അഭൗതിക നൂലല്ല കെട്ടിയതെന്നും പറയുന്ന തരത്തിലേക്ക് വ്യതിയാനക്കാരുടെ പ്രഖ്യാപനം കടന്നു വരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അറിയേണ്ടതും. അന്ന് പറഞ്ഞ അതേ വാദത്തിൽ നിന്നും കൃത്യമായി നിലനിൽക്കുന്ന മുജാഹിദുകൾ ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുജാഹിദുകളുടെ കേരളക്കരയിൽ പഠിപ്പിക്കപ്പെടുത്ത കൃത്യമായ ആദർശത്തിൽ നിന്ന് വ്യതിയാനം പറ്റിയെന്നല്ലാതെ മുജാഹിദുകൾക്ക് മാറ്റം പറ്റിയെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന കാര്യം കൃത്യമായി പഠിച്ചോളൂ നിങ്ങൾ.